തൃശൂർ പൂരപ്പറമ്പും പരിസരവും ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു. ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് പിന്നാലെ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ജോലി തുടങ്ങിയിരുന്നു. ഇന്നലെ വൈകിട്ട് വീണ്ടും ആളുകൾ കൂട്ടത്തോടെ എത്തിയിരുന്നു. അജീഷ് ശേഖുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഈ ആൾക്കൂട്ടമൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കുമുള്ള സംശയം, ഇത്രയും ആള് പോയി കഴിഞ്ഞാൽ ഈ സ്വരാജ് റൗണ്ടിലെ പൂരപ്പറമ്പിലെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ്. എന്താണ് സ്ഥിതി? ഈ വേദനയുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ആളൊഴിഞ്ഞ പൂരപ്പറമ്പിൽ നിൽക്കുക എന്നുള്ളത്. ഈ നമ്മുടെ ഈ തെക്കേന്ന് ഗോപുര നടയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തന്നെ ഈ നഗരസഭയുടെ 500ഓളം ശുചീകരണ തൊഴിലാളികൾ ഈ കഠിന പ്രയത്നം എടുത്തിട്ടാണ് ഇവിടെയൊക്കെ ഒന്ന് ശുചീകരിച്ച് പഴയപടിയാക്കിയത്. ഇന്നലെ ഈ ഉപചാരം ചൊല്ലി പിരിഞ്ഞു പോയതിനു ശേഷം തന്നെ ഇന്നലെ രാത്രി വൈകിയും വീണ്ടും ഒരുപാട് ആളുകൾ ഈ തെക്കേ നടയിലേക്ക് വന്ന് ഇവിടെ ഈ വേസ്റ്റുകൾ ഇവിടെ വാരിക്കൂട്ടി ഇടുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഇന്നലെ ഇവരെല്ലാം വൃത്തിയാക്കി പോയതാണ്. ഇപ്പൊ നമ്മളെ കൂടെ ഇവിടുത്തെ ആരോഗ്യ വിഭാഗത്തെയും വാർഡ് കൗൺസിലറൊക്കെ ഉണ്ട്. ചേച്ചി, ഇത് ഇന്നലെ നിങ്ങൾ പൂർണ്ണമായിട്ടെല്ലാം വൃത്തിയാക്കിയതാണ് ടൗണൊക്കെ? ഇപ്പൊ വീണ്ടും പലയിടത്തും ഈ വേസ്റ്റ് ഒക്കെ കാണുന്നുണ്ട്. അതെ, ഇന്നലെ പൂരം കഴിഞ്ഞതോടുകൂടി തന്നെ എല്ലാം വൃത്തിയാക്കിയതായിരുന്നു. പക്ഷെ എന്നാലും ജനങ്ങൾ പൂരപ്പറമ്പിൽ തന്നെ തങ്ങി നിന്നുകൊണ്ട് വൈകിയ വേളയിലും ഇന്നലെ രാത്രിയൊക്കെ നല്ല ജനത്തിരക്ക് ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിൽ തന്നെ ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നില്ല. പൂരം കഴിഞ്ഞിട്ടും ആൾക്കാർ ഒഴിഞ്ഞു പോകാത്തൊരു സാഹചര്യം കൊണ്ടാണ് വീണ്ടും ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടി വരുന്നത്. നിങ്ങൾ എത്ര തൊഴിലാളികളാണ് ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്? നമ്മള് കോർപ്പറേഷന്റെ 300 ശുചീകരണ തൊഴിലാളികളും 100 ഹരിതകർമ്മ സേനാംഗങ്ങളും 100 ഗ്രീൻ വാളണ്ടിയേഴ്സ് NSS ഗ്രീൻ വാളണ്ടിയർ 500 പേരാണ് പൂരം കൊടിയിറങ്ങി അരമണിക്കൂറിന് നമ്മൾ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം 30 ടൺ മാലിന്യങ്ങൾ ഇന്നലെ ശേഖരിച്ചു. ആ ശേഖരിച്ച മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ 10 ടൺ ഉണ്ടായിരുന്നു. 10 ടൺ നമ്മൾ OWC പാലിനേക്കും 20 ടൺ മാലിന്യങ്ങൾ നമ്മൾ ക്ലീൻ കേരള കമ്പനി വഴിയാണ് സംസ്കരിക്കുന്നത്. ഈ പലയിടത്തും ഈ കാണുന്നുണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഈ സ്വരാജ് റൗണ്ടിന്റെ ഭൂരിഭാഗം ഭാഗം വൃത്തിയാണ്. ചിലയിടങ്ങളിലൊക്കെ ഈ വേസ്റ്റ് അവിടെയൊക്കെ ആളുകൾ പിന്നെ